മനുഷ്യ സൃഷ്ടിപ്പ്. മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇപ്രകാരം പറയുന്നു: മനുഷ്യനെ നാം മണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് അവനെ സുരക്ഷിത സ്ഥാനത്ത് രേതസ്കണമായി പരിവർത്തിപ്പിച്ചു. പിന്നീട് ആ രേതസ്കണത്തിന് രക്തപിണ്ഡത്തിന്റെ രൂപം നൽകി. അനന്തരം രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കി, പിന്നെ മാംസത്തെ അസ്ഥികളാക്കി, എന്നിട്ട് അസ്ഥികളെ മാംസം കൊണ്ട് പൊതിഞ്ഞു. അനന്തരം അവനെ തികച്ചും മറ്റൊരു സൃഷ്ടിയായി വളർത്തിയെടുത്തു. അല്ലാഹു വളരെ അനുഗ്രഹമുടയവൻ തന്നെ, എല്ലാ നിർമ്മാണകരിൽ ഏറ്റവും നിപുണനായ നിർമ്മാണകൻ. അധ്യായം 23. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിസൂക്ഷ്മമായ ഒരു ബീജം അതുപോലെ സൂക്ഷ്മമായ ഒരു അണ്ഡവുമായി ചേർന്ന് ശരീരാന്തർഭാഗത്തെ സുരക്ഷിതമായ ഒരു അറയിൽ വെച്ച് നിങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങൾ ഈ ഇരുണ്ട അറയിൽ ക്രമാനുഗതമായി പരിപാലിച്ച് വളർത്തപ്പെടുന്നു. പിന്നെ അതുല്യമായ ശരീരഘടനയാലും അത്ഭുതകരമായ ശക്തികളാലും ഉത്കൃഷ്ടമായ കഴിവുകളാലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. ബുദ്ധിശക്തി, ചിന്താശക്തി, നീതിയും അനീതിയും വേർതിരിച്ചറിയാനുള്ള കഴിവ്, എഴുതാനും വായിക്കുവാനുമുള്ള കഴിവ്, ആശയവിനിമയശേഷി എന്നിവ നൽകപ്പെടുന്നു. സൃഷ്ടി പൂർത്തിയാകുമ്പോൾ മാതൃഗർഭാശയത്തിന്റെ ഇടുങ്ങിയ തട്ടിൽ നിന്നും നിങ്ങളെ വിശാല ലോകത്തേക്ക് ഇറക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ളിൽ ജനനം മുതൽ മരണം വരെ ശ്വാസോച്ഛ്വാസം ചെയ്യുവാനും ഭക്ഷണം ദഹിപ്പിക്കുവാനും രക്തമുൽപാദിപ്പിക്കുവാനും നാഡീഞരമ്പുകളിലൂടെ അതൊഴുക്കിവിടാനും പാഴ്വസ്തുക്കൾ വിസർജിക്കുവാനും പര്യാപ്തമായ സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ശരീരത്തിനേൽക്കുന്ന പരിക്കുകൾ പരിഹരിക്കുവാനും അതിന് കഴിയുന്നു. എത്രത്തോളമെന്നാൽ നിങ്ങൾ ക്ഷീണിച്ചു കഴിഞ്ഞാൽ വിശ്രമത്തിനു വേണ്ടി ഉറക്കുക വരെയുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നു. നിങ്ങളുടെ ശ്രദ്ധയുടെയോ ശ്രമത്തിന്റെയോ യാതൊരു പങ്കും ഇത്തരം അനിവാര്യ ജീവിതാവശ്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടതില്ല. നിങ്ങളുടെ തലയോടിനുള്ളിൽ അത്ഭുതകരമായ ഒരു മസ്തിഷ്കം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ സങ്കീർണ ഞുറികളിൽ ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനബോധം, ഇച്ഛ, ഓർമ്മ, അനുഭൂതി, അഭിലാഷം, അഭിരുചി, താൽപര്യം തുടങ്ങി മാനസിക ശക്തികൾ നിറഞ്ഞ ഒരു അമൂല്യ നിധിയുണ്ട്. കണ്ണ്, മൂക്ക്, ചെവി എന്നുവേണ്ട ഓരോ തരത്തിലുള്ള വിവരങ്ങളും എത്തിച്ചു തരുന്ന രോമങ്ങൾ ഉൾപ്പെടെ എത്രയെത്ര ജ്ഞാനോപാധികളാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. സംസാരിക്കുവാനും രുചികളറിയുവാനും ശേഷിയുള്ള നാവും തന്നിരിക്കുന്നു. അതുവഴി മനസ്സിലുള്ളതെന്തും നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നു. കോടിക്കണക്കിന് സെല്ലുകളാൽ നിർമ്മിതമാണ് നിങ്ങളുടെ ശരീരം. ഹൃദയം ഒരു മണിക്കൂറിൽ ശരാശരി 300 ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നു. മൊത്തം രക്തവാഹിനികളുടെ നീളം 1,60,60,000 കിലോമീറ്ററാണ്.
മസ്തിഷ്കത്തിൽ 10 മില്യൺ നാഡികളുണ്ട്. ഈ ദേഹം നിർമ്മിച്ച് നിങ്ങളെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് ഒന്നോർത്തു നോക്കൂ. എത്രയെത്ര സാധന സാമഗ്രികളും എന്തെല്ലാം സംവിധാനങ്ങളുമാണ് നിങ്ങളുടെ പരിപാലനത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും പൂർണ്ണതയ്ക്കും വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സർവേശ്വരനായ ദൈവത്തിന് കീഴ്പ്പെട്ട് നാം ജീവിക്കേണ്ടതില്ലേ?